ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം ആദ്യത്തെ വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. മരണശേഷം ക്രിസ്തുവിൻ്റെ കൂടെ വസിക്കുക, മരണശേഷം മരണാനന്തര ജീവിതം ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുക, ശരീരം വിട്ട് കർത്താവിനോടുകൂടെ ആയിരിക്കുക. ഈ കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോകും. ഈ ശരീരം അത് ചലനം നിലയ്ക്കും. കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോസ്തലന് അനുഭവമുണ്ട്. ഈ ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ പറയുന്നുണ്ട് അപ്പോസ്തലനുണ്ടായ ഒരു അനുഭവം. എന്താണ് അപ്പോസ്തലനുണ്ടായ അനുഭവം? സെൻറ്റ് പോളിനുണ്ടായ അനുഭവം. അത് 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം മുതൽ നാം കാണുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുൻപേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല. ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പരദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യൻ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ശരീരത്തോടെയാണോ പോയത്, ശരീരം കൂടാതെയാണോ 3-ാം സ്വർഗത്തോട് എടുക്കപ്പെട്ടത്, അതെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോസ്തലൻ പറയുകയാണ്, അവിടെ ഒരു മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്ത വാക്കുകൾ, ഉച്ചരിപ്പാൻ സാധ്യമല്ലാത്ത വാക്കുകൾ, അത് ഞാൻ കേട്ടു. അവിടെ ഞാൻ കേട്ടു, ആ വാക്കുകൾ അവിടെ കേട്ടു. അവിടെ അത്ഭുതകരമായ ആ സ്വർഗീയ ശാന്തിയും സ്വർഗീയ മഹത്വവും സ്വർഗീയ തേജസ്സും അപ്പോസ്തലൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. വിട്ടുപിരിഞ്ഞ് ശരീരം വിട്ടാൽ അവിടെയാണ് ചെല്ലുന്നത് എന്നറിയാം, അങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാം. നല്ല ഉറപ്പാണ്. അതുകൊണ്ടാണ് ഒടുവിലത്തെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് എനിക്ക് ആ ദിവസത്തിൽ നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. സ്നേഹിതരെ, ഈ വാക്കുകൾ നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കണം, കർത്താവേ, അത് അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രത്യാശയാണ്, അപ്പോസ്തലനായ പൗലോസിൻ്റെ ദൃഢധൈര്യമാണ്, നല്ല ഉറപ്പേറിയ നിർണയമാണ്. അത് അപ്പോസ്തലനായ പൗലോസിന് ലഭിച്ചതാണ്. കർത്താവേ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ പ്രാഗൽഭ്യം വേണം, ഈ ധൈര്യം എനിക്ക് വേണം. അപ്പോസ്തലൻ എങ്ങനെ ജീവിച്ചു അതുപോലെ എനിക്ക് കർത്താവെ അനുകരണീയമായ മാതൃകയായി ഒരു സത്യവിശ്വാസിയായി ക്രിസ്തു വിശ്വാസിയായി എനിക്ക് ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, അത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാഞ്ചയായി മാറണം. അപ്പോൾ നിങ്ങളിൽ ദൈവം ചിലത് പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതമാകെ മാറാൻ തുടങ്ങും. നിങ്ങളുടെ സ്വഭാവം മാറും, നിങ്ങളുടെ ജീവിത ചിന്താഗതികൾ മാറും, നിങ്ങളുടെ മനോഭാവം മാറും, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറും. നിങ്ങളുടെ പ്രവൃത്തികൾ മാത്രമല്ല, നിങ്ങളുടെ വാക്കുകൾ മാത്രമല്ല, നിങ്ങളുടെ ചിന്തകൾ പോലും മാറും. പോരാ, നിങ്ങളുടെ സ്വപ്നങ്ങൾ പോലും മാറും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ രാവും പകലും സമാധാനവും ശാന്തിയും നിങ്ങളിൽ നിറഞ്ഞു നിൽക്കും.
നിങ്ങളെപ്പോഴും ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മാധുര്യം അനുഭവിക്കുന്നവരായി മാറും. അതെന്ത് ഭാഗ്യകരമായ അനുഭവമാണ്. ഞാൻ വായിച്ചു, സ്പെയിനിൻ്റെ പടിഞ്ഞാറേ തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആ അതിരിനോട് ചേർന്ന് യൂറോപ്പിലെ സ്പെയിനിൻ്റെ പടിഞ്ഞാറേ തീരത്ത് ഒരു സ്പെയിനിൻ്റെ ദേശീയ ചിഹ്നം സ്ഥാപിച്ചിട്ടുണ്ട്. ദേശീയ ചിഹ്നം അത് അവിടുത്തെ സ്പെയിനിലെ രാജാവ് സ്ഥാപിച്ചതാണ്. അതിൻ്റെ ചുവടെ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: നീ പ്ലസ് അൾട്ര. ഇതിനപ്പുറം മറ്റൊന്നില്ല, ഇതിനപ്പുറം കരയില്ല എന്നാണ്. പിന്നെ അനന്തമായി വിശാലമായി കിടക്കുന്ന അറ്റ്ലാന്റിക് മഹാസമുദ്രം, അതിനപ്പുറം ഒരു കരയില്ല. സ്പെയിനിലെ രാജാവ് അങ്ങനെയാണ് നിർണയിച്ചത്. രാജാവ് മാത്രമല്ല, അതുവരെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ അതുവരെ അതിനപ്പുറം ഒരു കര കണ്ടിട്ടില്ല, കരയുണ്ടെന്ന് അറിഞ്ഞുകൂടാ. സഹോദരങ്ങളെ, അങ്ങനെ എഴുതി വെച്ചു, നീ പ്ലസ് അൾട്ര. സ്പാനിഷ് ഭാഷയിൽ എഴുതിയതാണ്. ഇതിനപ്പുറം ഒന്നുമില്ല എന്ന്. എന്നാൽ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ സ്പെയിനിൽ നിന്ന് ഒരാൾ പുറപ്പെട്ടു. അദ്ദേഹത്തിന് ആ സാഹസിക യാത്രയ്ക്ക് കൂടെ പോകാൻ കുറേ ആളുകളും പുറപ്പെട്ടു. അവരെ ഉത്സാഹഭരിതരായി അവർ നൗക തുഴഞ്ഞ് നീങ്ങി. ആ വിശാലമായ കടൽപ്പരപ്പിലൂടെ അവർ ആ യാനപാത്രം തുഴഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. തിരമാലകളുടെ മീതെ കൂടി കടന്ന് അങ്ങനെ ഓളങ്ങളിലും തിരമാലകളിലും അങ്ങനെ ആടി ഉലഞ്ഞ് അവരെ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ദിവസം 1, 2, 3 ദിവസങ്ങൾ പലത് കഴിഞ്ഞു. ഒരു കരയും കാണുന്നില്ല. പക്ഷേ കൊളംബസ് പിന്മാറുന്നില്ല. രാജാവും രാജ്ഞിയും അനുമതി കൊടുത്തതുകൊണ്ടാണ് പുറപ്പെട്ടത്. ബുദ്ധിജീവികൾ പലരും പറഞ്ഞു, ഇതിനപ്പുറം കരയില്ല, പോകണ്ട, ഒരു കര കാണാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾക്ക് പോകണം. അവർ ആശയോടെ പോവുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും മടുത്തു തുടങ്ങി. ഓരോരുത്തരും അടുത്തപ്പോൾ അവർ കൊളംബസിനോട് പറയും, നമുക്ക് പോകാം, തിരിച്ചു പോകാം, വെറുതെ നമ്മുടെ ആയുസ് കളയണ്ട, വല്ലതും അപകടം സംഭവിച്ചാലോ, നമുക്ക് പോകാം. കൊളംബസ് പറഞ്ഞു, ഇല്ല, ഞാൻ കര കണ്ടിട്ടേ ഞാൻ മാറൂ. പ്രിയപ്പെട്ടവരെ, ദിവസങ്ങൾ മുന്നോട്ട് പോയി. 15-ാം നൂറ്റാണ്ടിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ദിവസം എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, ഇല്ല, ഞങ്ങളൊരു ചുവട് ഇനി മുന്നോട്ട് പോകാൻ ഞങ്ങളില്ല, ഞങ്ങൾ തിരിച്ചു പോകും, നിർവാഹമില്ല, നിർത്തിയേ പറ്റൂ, പുറകോട്ട് പോകണം. കൊളംബസ് പറഞ്ഞു, അല്പം കൂടി മുന്നോട്ട് പോകാം, നോക്കാം, ഞാൻ നിങ്ങൾ പറയുന്ന അനുസരിക്കുക, അല്പം കൂടി മുന്നോട്ട് പോകാം. കുറേ മുന്നോട്ട് ചെന്നപ്പോൾ കുറേ ഏതോ ചില ഇലകൾ ഇങ്ങനെ പരന്നു കിടക്കുന്നു. കടൽപ്പരപ്പിലെ ഇലകൾ. കുറച്ചുകൂടി ചെന്നപ്പോൾ ആ ഇലകൾക്കപ്പുറം കുറേ പഴങ്ങൾ, അതിൻ്റെ തൊണ്ടുകളെല്ലാം ഇങ്ങനെ വെള്ളപ്പരപ്പിൽ പരന്നു കിടക്കുന്നു. എവിടെയെങ്കിലും കരയുണ്ടെങ്കിലല്ലേ ഇലയുണ്ടാകൂ, കരയുണ്ടെങ്കിലല്ലേ മരവും ഇലയും എല്ലാം ഉണ്ടാകൂ, മരങ്ങളുണ്ടെങ്കിലല്ലേ പഴങ്ങളുണ്ടാകൂ. കര കാണും. പിന്നെയും മുന്നോട്ട് പോയി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവർ ചെന്നത് തെക്കേ അമേരിക്കയുടെ തീരത്ത്. അമേരിക്ക അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടു. ഇന്ത്യ കാണാനുള്ള യാത്രയായിരുന്നു, ഇന്ത്യയിലേക്കുള്ള യാത്രയായിരുന്നു. ഇന്ത്യയുടെ തീരത്ത് എത്തണമെന്നായിരുന്നു യാത്ര. പക്ഷേ ചെന്ന് പറ്റിയത് അമേരിക്കയുടെ തീരത്താണ്. അങ്ങനെയാണ് അമേരിക്ക കണ്ടുപിടിച്ചത് എന്ന് ചരിത്രം പറയുന്നു. എന്നിട്ട് അവർ തിരിച്ചു വന്നപ്പോൾ സ്പെയിനിലെ രാജാവ് സന്തോഷത്തോടെ അവരെ സ്വാഗതം ചെയ്തു. എന്നിട്ട് രാജാവ് ആ ബോർഡിൽ ഇങ്ങനെ തിരുത്തി എഴുതി, പ്ലസ് അൾട്ര. ഇവിടെ കൊണ്ട് തീരുന്നില്ല, ഇതിനപ്പുറവും പ്രദേശമുണ്ട്. പ്ലസ് അൾട്ര സ്പാനിഷ് ഭാഷയിൽ എഴുതി. സഹോദരങ്ങളെ, എന്താണ് ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കൂടി പോയെന്നറിയാമോ? ഈ കാണുന്നതിനപ്പുറം ചിലതെല്ലാം ഉണ്ട്. നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണുന്നതിനപ്പുറം ചിലതെല്ലാം ഉണ്ട്. അത് നിത്യതയാണ്, ഒരു നിത്യത. ആ നിത്യത ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. സംശയിക്കേണ്ട, ഞാൻ ആവർത്തിച്ച കാര്യം പറയട്ടെ, ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. നിത്യജീവനുണ്ട്, നിത്യദണ്ഡനമുണ്ട്, നിത്യസ്വർഗമുണ്ട്, നിത്യനരകമുണ്ട്. സംശയിക്കേണ്ട. യേശുക്രിസ്തു അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യേശു തമ്പുരാൻ അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിത്യനരകമുണ്ട് എന്നും നിത്യ സ്വർഗമുണ്ട് എന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നമുക്ക് വായിക്കാം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും.
ജീവൻ്റെ പുസ്തകം തുറക്കുന്നൊരു ദിവസമുണ്ട്, ഒരു ന്യായവിസ്താര ദിനമുണ്ട്. ആ ന്യായവിസ്താര ദിവസത്തിൽ ജീവൻ്റെ പുസ്തകം തുറക്കും. അന്ന് ജീവപുസ്തകത്തിൽ പേരുള്ളവർ മാത്രം നിത്യജീവനിലേക്ക് സ്വീകരിക്കപ്പെടും, അല്ലാത്തവരെല്ലാം നിത്യദണ്ഡനത്തിലേക്ക് തള്ളപ്പെടും, തീ പൊയ്കയിലേക്ക് തള്ളപ്പെടും. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 41-ാം വാക്യവും 46-ാം വാക്യവും നമുക്ക് വായിക്കാം. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ എന്ന് അന്ത്യകാലത്ത് പറയുമെന്ന് കർത്താവ് മുൻകൂട്ടി പറഞ്ഞു. അന്ത്യകാലത്ത് അങ്ങനെ പറയുമെന്ന് കർത്താവ് മുൻകൂട്ടി മുന്നറിയിപ്പ് തന്നു. ദുഷ്ടന്മാർക്ക് നിത്യനരകമുണ്ടെന്ന്, ക്രിസ്തു ഇല്ലാത്തവർക്ക് നിത്യനരകമുണ്ടെന്ന്, ക്രിസ്തു രഹിതർക്ക് നിത്യനരകമുണ്ടെന്ന് വേദപുസ്തകത്തിൽ യേശു തമ്പുരാൻ തന്നെ 9 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിത്യനരകം ക്രിസ്തുവിൻ്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. നിത്യനരകത്തെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച് അതിലേറെ പ്രാവശ്യം ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. ആദ്യ അധ്യായത്തിന് 46-ാം വാക്യം മുതൽ വായിക്കാം. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. ഒരു ഭാഗം ആളുകൾ നിത്യദണ്ഡനത്തിലേക്ക് പോകും, മറ്റൊരു ഭാഗം ആളുകൾ നിത്യജീവനിലേക്ക് പോകും. നിത്യദണ്ഡനത്തിലേക്ക് പോകുന്നവര് ദുഷ്ടന്മാർ, അവിശ്വാസികൾ. നോക്കൂ, എന്നാൽ നിത്യജീവനിലേക്ക് പോകുന്നവര് നീതിമാന്മാർ നിത്യജീവങ്കിലേക്ക് പോകും. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. അവരോട് പറയുന്നതിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. മത്തായി 25-ൽ പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയെ നിങ്ങൾ അവകാശമാക്കിക്കൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൻ്റെ ആരംഭം മുതൽ കരുതി വച്ചിരിക്കുന്നതായ സ്വർഗീയമായ അവകാശത്തിലേക്ക് നീതിമാന്മാർ സ്വീകരിക്കപ്പെടുന്നു. ഓർക്കുക, വീണ്ടും നമുക്ക് വായിക്കാം. ആ നിത്യ യാതന എന്ന് പറയുന്നത് എന്തെല്ലാമാണ് എന്ന്, നിത്യമായ യാതനയുടെ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് വീണ്ടും തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. യെശയ്യാ പ്രവചനം 33-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അത് ദഹിപ്പിക്കുന്ന തീ എന്ന് നമുക്ക് കാണാം. എല്ലാം വായിക്കണമെന്നില്ല. യെശയ്യാ 33-14 ദഹിപ്പിക്കുന്ന തീ എന്ന് കാണാം. യൂദായുടെ പുസ്തകം 13-ാം വാക്യത്തിൽ, ഒരു അധ്യായം മാത്രമുള്ള പുസ്തകം യൂദായുടെ പുസ്തകം 13-ാം വാക്യത്തിൽ എന്നേക്കുമുള്ള അന്ധതമസ് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. ആ ഭാഗം മാത്രം നമുക്ക് വായിച്ചു കേൾക്കാം. എന്നേക്കുമുള്ള അന്ധതമസ്സിനായി സൂക്ഷിച്ചിരിക്കുന്നു. എന്നേക്കുമുള്ള അന്ധതമസ് വായിക്കാം. യൂദാ 13. തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകൾ, സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നതായ സ്ഥലങ്ങൾ ഓർക്കുക സഹോദരങ്ങളെ. വീണ്ടും നമുക്ക് കാണാം മർക്കോസിന് സുവിശേഷം 9-ാം അധ്യായം 48-ാം വാക്യത്തിൽ അവിടെ കെടാത്ത തീയും ചാകാത്ത പുഴുവുണ്ട് എന്ന് നമുക്ക് കാണാം. മർക്കോസ് 9:48. ആ സ്ഥലം അത് അറപ്പുണ്ടാക്കുന്ന സ്ഥലമാണ് എന്ന് യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 24-ാം വാക്യത്തിൽ കാണാം. അത് രണ്ടാമത്തെ മരണമാണ് എന്ന് വെളിപ്പാട് 20:14 കാണാം. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 23-ാം വാക്യത്തിൽ അതിനെ പാതാളമെന്നും തുടർന്ന് യാതനാസ്ഥലമെന്നും പറഞ്ഞിരിക്കുന്നു. യെശയ്യാ പ്രവചനം 33:11 അത് ശ്വാസം തീയായി ജ്വലിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിരിക്കുന്നു. യെശയ്യാ പ്രവചനം 30:33 അത് കത്തുന്ന ഗന്ധക നദി എന്ന് പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യത്തിൽ തീയും ഗന്ധവും കത്തുന്ന പൊയ്ക എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കുക സഹോദരങ്ങളെ, ഭീകരമായ തീജ്വാല, ഒരിക്കലും കെടാത്ത തീയ്, ഒരിക്കലും ചാകാത്ത പുഴു എന്ന് പറയുന്ന ആ കഠോരമായ നിരാശയുടെയും കഠിനമായ യാതനയുടെയും വേദനയുടെയും സ്ഥലം, ഒരിക്കലും തിരുത്താനാവാത്തതായ ഒരു സ്ഥലം. നോക്കൂ, കരുണയുള്ള കർത്താവിൻ്റെ വരവുവരെയും മരിച്ചു പോകുന്ന ആത്മാക്കൾ ഷിയോൾ എന്ന പാതാളത്തിലാണ് മാറ്റപ്പെട്ടിരുന്നത്. മരിച്ചുപോയ ആത്മാക്കൾ വിശ്രമിച്ചിരുന്ന സ്ഥലം ഷിയോൾ, ക്രിസ്തുവിൻ്റെ വരവ് വരെ. എന്നാൽ ക്രിസ്തുവിൻ്റെ വരവിന് ശേഷം, കർത്താവായ യേശു ക്രൂശിക്കപ്പെട്ടതിന് ശേഷം, കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് ക്രൂസിൽ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുൻപായി പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് കർത്താവായ യേശു ക്രിസ്തു പാതാളത്തിൽ നിന്ന് നീതിമാന്മാരുടെ ആത്മാക്കളെ അവിടെ നിന്ന് ഉദ്ധരിച്ച് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി, മരണത്തിൽ കെട്ടപ്പെട്ട് കിടന്നവരെ പിടിച്ചുകൊണ്ടുപോയി. എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ നമുക്കത് കാണാം. 4-ാം അധ്യായം 8-ാം വാക്യം
അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി. കർത്താവായ യേശു ക്രിസ്തു പാതാളത്തിൽ ബന്ധനത്തിൽ കിടന്നവരെ അവിടെ നിന്ന് കൊണ്ടുപോയി അവൻ ഉയരത്തിൽ കയറി. ബന്ധനത്തിൽ കിടന്നവരെ, ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, നാം അത് പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ ആ കാര്യം കാണുന്നുണ്ട്. 3-ാം അധ്യായം 19-ാം വാക്യം. ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന്, അന്ന് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിലാക്കി. ഓർക്കുക, അതിന് ശേഷം നീതിമാന്മാരായി മരിച്ചു പോകുന്നവരെല്ലാവരും സ്വർഗത്തിലേക്കാണ് പോകുന്നത്, സ്വർഗോന്നതങ്ങളിലേക്കാണ് പോകുന്നത്, സ്വർഗ സന്തോഷത്തിലേക്കാണ് പോകുന്നത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആ സ്വർഗീയ പ്രതീസായിലേക്കാണ് പോകുന്നത്. അതെല്ലാം വിശദീകരിച്ച് നാം മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ അപ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകും. എൻ്റെ ദൈവമേ, ഈ അത്ഭുതകരമായ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ എൻ്റെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ലോ, എൻ്റെ മനസ്സിൽ കൊള്ളുന്നതല്ലോ. കർത്താവേ, എനിക്കൊന്നേ വേണ്ടൂ, ഒന്ന് മാത്രം. യേശുവേ, നീ ഉള്ള ഇടമാണ് സ്വർഗം. നീ ഉള്ള ഇടത്ത് എനിക്ക് എത്തണം. കർത്താവേ, നീ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുൻപ് നീ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയില്ലേ? അവരെവിടെയാണ് എന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അവരുടെ ആത്മാവ് ഇപ്പോൾ എവിടെയായിരിക്കും? അവരെന്നെ കാണുന്നുണ്ടോ? എന്നെ അറിയുന്നുണ്ടോ? എൻ്റെ കാര്യങ്ങൾ അവർ ഗ്രഹിക്കുന്നുണ്ടോ? നാം പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നാം ഇതിനു മുമ്പ് നാം തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുകയുണ്ടായി. ഓർക്കുക സഹോദരങ്ങളെ, മരണത്തിന് ശേഷമുള്ളതായ അവസ്ഥ എന്താണ്? നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നാമും ഒരു ദിവസം കടന്നു പോകും. എൻ്റെ കരുണയുള്ള കർത്താവേ, ഈ ഭൂമിയിൽ നീ ഞാൻ കടന്നു പോകുന്നതിന് മുൻപ് നിത്യതയ്ക്ക് വേണ്ടിയുള്ളതായ ഒരുക്കം എനിക്ക് നീ തന്നേ പറ്റൂ. എൻ്റെ കരുണയുള്ള കർത്താവേ, നിത്യജീവന് വേണ്ടിയുള്ളതായ ഒരുക്കം നീ എനിക്ക് തരണം. അതിനായിട്ടാണ് നീ ക്രൂസിൽ മരിച്ചത്. എല്ലാം മാറി മറയും, എല്ലാം നീങ്ങിപ്പോകും. കർത്താവേ, എല്ലാം വിട്ടുപോകുമ്പോൾ പ്രിയപ്പെട്ട ഭാര്യയും പ്രിയപ്പെട്ട ഭർത്താവും പ്രിയപ്പെട്ട അമ്മയും പ്രിയപ്പെട്ട അപ്പനും, എൻ്റെ ദൈവമേ, പ്രിയപ്പെട്ട മക്കളും പ്രിയപ്പെട്ട സഹോദരങ്ങളും എല്ലാവരും മാറിപ്പോകും. കൂടെ ജോലി ചെയ്തവരും എല്ലാ സ്നേഹിതരും സന്തോഷത്തോടെ നമ്മെ സഹായിച്ചവരും എല്ലാം നിസ്സഹായരായി നോക്കി നിൽക്കും. ഞാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഏകനായി അക്കരയ്ക്ക് മാറും. എൻ്റെ കർത്താവേ, ആ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ വരും. ഞാനത് എൻ്റെ ദൈവമേ ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കത് സംശയമില്ല. ഒരു ദിവസം ഞാൻ നിത്യതയിലേക്ക് മാറും. ഇന്ന് എൻ്റെ കൈകൾ ചലിക്കുന്നുണ്ട്, എൻ്റെ കാലുകൾ നടക്കുന്നുണ്ട്, എൻ്റെ നാവ് ശബ്ദിക്കുന്നുണ്ട്, എൻ്റെ കണ്ണ് കാണുന്നുണ്ട്, എൻ്റെ ഹൃദയം സ്പന്ദിക്കുന്നുണ്ട്. എന്നാൽ നാഥ, ഒരു ദിവസം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. ഞാൻ മാറ്റപ്പെടുമ്പോൾ യേശുവേ, നിൻ്റെ സന്നിധിയിലേക്ക് എനിക്ക് പറന്നെത്തണം. ദൈവത്തിന് സ്തോത്രം. അതിന് എൻ്റെ ദൈവമേ, എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിലെ സകല പാപങ്ങളെയും നീ എനിക്ക് കഴുകിത്തരണം. എല്ലാ പാപവും കഴുകി നിത്യജീവനിലേക്ക് എത്തുവാനുള്ള ഒരുക്കം നീ എനിക്ക് നൽകണം. കർത്താവേ, ഞാൻ നഷ്ടപ്പെട്ടവനായി തീരരുത്. യേശുവേ, ഞാൻ നഷ്ടപ്പെട്ടവളായി തീരരുത്. ഘോരാന്ധകാരത്തിലേക്ക്, നിത്യ നരകത്തിൻ്റെ ഭീകരതയിലേക്ക് പോകാൻ എനിക്കിട വരരുത്. എൻ്റെ ദൈവമേ, അതിനായി ഞാൻ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച രക്ഷക, എനിക്ക് വേണ്ടി ചിന്തിയ രക്തത്തിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. എനിക്ക് വേണ്ടി നീ ക്രൂസിൽ മരിച്ച ആ ക്രൂസിൻ്റെ തിരുമുൻപാകെ ഞാനിതാ എൻ്റെ ആയുസ് സമർപ്പിക്കുകയാണ്. ആ ക്രൂസ് കർത്താവേ, എൻ്റെ കഴുത്തിൽ മാലയായി കോർത്താൽ പോരാ. എൻ്റെ ദൈവമേ, ആ കുരിശ് ഞാൻ പള്ളിയിൽ കണ്ടാൽ പോരാ, അതിൻ്റെ വീട്ടിൽ ഒരു കുരിശ് സ്ഥാപിച്ചാൽ പോരാ, താലിയിൽ ഒരു കുരിശിൻ്റെ അടയാളം കണ്ടാൽ പോരാ. എനിക്ക് മനസ്സിലായി കർത്താവേ, കുരിശ് എൻ്റെ ഹൃദയത്തിൽ സ്ഥാപിക്കണം. കുരിശിൻ്റെ അർത്ഥം എൻ്റെ ഹൃദയത്തിൽ ജീവിക്കണം. യേശുവേ, കുരിശിൽ മരിച്ച ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വരണം. അവനോട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കണം. എൻ്റെ നാഥ, അതിനുള്ള ഭാഗ്യം നീ എനിക്ക് തരണം. സ്നേഹിതരെ, നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും
കഴിയുമോ? ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിനോട് പറയുമോ, കർത്താവേ, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുൻപ് പാപക്കറകളെല്ലാം കഴുകപ്പെട്ട് കടന്നു പോകണം, എനിക്കതിനുള്ള ഭാഗ്യം തരണം. കർത്താവേ, ഈ ഭൂമിയിൽ നിന്ന് ഞാൻ മാറ്റപ്പെടുന്നതിന് മുൻപ് എൻ്റെ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞ് ഇവിടുന്ന് പോകാനുള്ള ഭാഗ്യം എനിക്ക് തരണം. ഒരു പൂർണ്ണ വിശുദ്ധനായി തീർന്നിട്ട് എനിക്ക് ഒരു ഭാഗ്യമരണം മരിക്കാൻ എനിക്ക് നീ ഭാഗ്യം തരണം. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ഭക്തന്മാർ മരിക്കുമ്പോൾ ഞാൻ മരിക്കട്ടെ, എൻ്റെ മരണം, എൻ്റെ പര്യവസാനം ഭക്തൻ്റെ ഇതുപോലെ ആകട്ടെ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. ദൈവത്തിന് സ്തോത്രം. സംഖ്യാപുസ്തകത്തിലാണ് ആ വാക്യം. ഭക്തന്മാർ മരിക്കുമ്പോൾ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം ഒരു ഭക്തൻ്റെ ഇതുപോലെ ആകട്ടെ എന്ന് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കൂ. പ്രാർത്ഥിച്ചാൽ പോരാ. അന്നത് പ്രാർത്ഥിച്ച മനുഷ്യന് ആ പ്രാർത്ഥന ഫലപ്രദമായില്ല, ആ പ്രാർത്ഥനയിൽ എത്തിയില്ല. നല്ല ഭാഗ്യമരണം കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചാലും ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത് വന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഭാഗ്യമരണം കിട്ടുകയില്ല. അത് മറ്റൊരു വിഷയമാകിയാൽ ഇപ്പോൾ ഞാൻ തൊടുന്നില്ല. എന്നാൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ മാറ്റമുള്ളവരായി തീരുവാൻ നിങ്ങളുടെ ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. മറ്റൊന്നും ഞങ്ങൾ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾ മതം മാറാൻ പറയുന്നില്ല, സഭ മാറാൻ പറയുന്നില്ല, സമുദായം മാറാൻ പറയുന്നില്ല, പള്ളി മാറാൻ പറയുന്നില്ല. ഒന്നേ ഞങ്ങൾ നിങ്ങളോട് പറയുന്നുള്ളൂ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം മാറ്റുന്ന ക്രിസ്തുവിനെ നാഥനും കർത്താവുമായി സ്വീകരിപ്പീൻ. ക്രിസ്തു ഉള്ളവരായി നിങ്ങൾ ജീവിപ്പീൻ. ക്രിസ്തുവിനെ വിശുദ്ധി അനുഭവമാക്കുവീൻ. ക്രിസ്തുവിനെ സ്നേഹം കൈമുതലാക്കുവീൻ. ക്രിസ്തുവിന്റെ സ്വഭാവം പ്രാപിപ്പീൻ. ക്രിസ്തുവിനോട് വാക്ക് പറയുവീൻ. നാഥ, ഇന്നു മുതൽ യേശുവേ, ഞാൻ നിന്റെ വക. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു. ഇന്നു മുതൽ ഞാൻ നിന്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടി. യേശുവിനോട് വാക്ക് പറയുവീൻ. എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, എൻ്റെ അകൃത്യങ്ങൾ പൊറുക്കണമേ. ഇന്നു മുതൽ ഒരു പുതിയ വിശുദ്ധ ജീവിതം ഞാൻ നയിക്കും. നാഥ, വന്നതെല്ലാം എനിക്ക് പുറത്തു തരണമേ, ക്ഷമിച്ചു തരണമേ. പ്രാർത്ഥിപ്പീൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, നിത്യസ്നേഹമായ ജീവനുള്ള ദൈവമേ, അവിടുത്തെ സ്നേഹത്തിൻ്റെ ബലിവേദിയുടെ തിരുവൻപാകെ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ തന്ന ഈ നല്ല ഭാഗ്യാവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നാഥ, ഈ വാക്കുകളെ കേട്ട എല്ലാവരെയും എൻ്റെ നാഥൻ്റെ ആണിപ്പാടുള്ള കരം തഴുകണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. ബന്ധനത്തിലിരിക്കുന്നവരെ വിടുവിക്കണമേ. ആകുല ഭാരത്തോടിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. ദുഃഖത്തിലും വിഷാദത്തിലും ഞരങ്ങി കഴിയുന്നവർക്ക് മോചനം നൽകണമേ കർത്താവേ. സമാധാനം നൽകണമേ ദൈവമേ. പരസ്പരം പിണങ്ങിയിരിക്കുന്നവരെ ഇണക്കണമേ കർത്താവേ. അകന്നുപോയവരെ അടുപ്പിക്കണമേ കർത്താവേ. എൻ്റെ ദൈവമേ, ഭിന്നിച്ചു പോയവരെ ഒന്നിപ്പിക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ. നിത്യജീവന്റെ അനുഭവം നൽകണമേ. എല്ലാ കൃപകളും പകരണമേ. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.